തിരുവനന്തപുരം മാറനെല്ലൂരിൽ പെറ്റ് ഷോപ്പിൽ തീപിടിച്ച് 3.5 ലക്ഷം രൂപയിലധികം നഷ്ടം. വിലപിടിപ്പുള്ള വിവിധയിനം പ്രാവുകളും മത്സ്യങ്ങളും ഉൾപ്പെടെ വെന്തുരുകി. ചത്തത് 100-ലധികം മിണ്ടാപ്രാണികൾ. തീ കത്തിച്ചതാണെന്ന സംശയമെന്ന് കടയുടമ. ഇതാണ് 2 ദിവസം മുമ്പ് പെറ്റ് ഷോപ്പിലെ ദൃശ്യങ്ങൾ. ഉരുട്ടമ്പലം മാറനെല്ലൂർ നീറമൺകുഴി ഭാഗത്ത് കോളച്ചിറക്കോണം VS ഭവനിൽ ഷിബിൻ പെറ്റ് ഷോപ്പ് അക്വേറിയത്തിൽ ഞായറാഴ്ച പുലർച്ചെ 4:30-യോടെയാണ് സംഭവം. പെറ്റ് ഷോപ്പിനോട് ചേർന്ന വീട്ടിൽ താമസിക്കുന്ന കെട്ടിട ഉടമയാണ് സ്ഥാപനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സ്ഥാപന ഉടമയായ ഷിബിനെ വിവരമറിയിക്കുന്നത്. ഷിബിനെത്തി സ്ഥാപനം തുറന്നപ്പോഴേക്കും തീ കത്തിപ്പടർന്നു തുടങ്ങി. കാട്ടാക്കട അഗ്നിരക്ഷാസേന അറിയിക്കുകയും ഒപ്പം ഷിബിന്റെ ബന്ധുക്കളും നാട്ടുകാരും വെള്ളമൊഴിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായി. നേരത്തെ ചെറിയ തോതിൽ വളർത്തുമൃഗങ്ങളും പക്ഷികളുമൊക്കെ വിൽപ്പന നടത്തിയിരുന്ന ഷിബിൻ 7 മാസം മുമ്പാണ് നീറമൺകുഴിയിൽ സ്വർണം പണയം വെച്ച് വായ്പ തരപ്പെടുത്തി കെട്ടിടം വാടകയ്ക്കെടുത്ത് പെറ്റ് ഷോപ്പ് തുടങ്ങിയത്. വിവിധയിനം ലവ് ബേർഡ്സ്, മത്സ്യങ്ങൾ, നാടൻ പ്രാവുകൾ, പറവകൾ എന്നിവയെ കൂടാതെ വില കൂടിയ കിങ്, ഫാൻറ്റെയിൽ, ചൈനീസ് ഒൾബൊക്കാറ, ഒക്കോബിൻ, ഹംഗേറിയൻ ഹൗസ്, ഫിഞ്ചീസ് തുടങ്ങിയവയും ചൂടേറ്റ് വെന്തുരുകി. ഇതോടൊപ്പം മുയലുകളും ചത്തു. മീനുകളെ സൂക്ഷിച്ചിരുന്ന ടാങ്കുകൾ, ഓക്സിജൻ കിറ്റ്, പക്ഷികൾക്കും മുയലിനുമുള്ള തീറ്റകൾ, ഓഫീസ് ഉപകരണങ്ങളെല്ലാം തീപിടിച്ച് നശിച്ചു. വായുസഞ്ചാരത്തിനായി ഷട്ടർ പകുതി താഴ്ത്തി പുറത്ത് ഗ്രില്ലുള്ള ഡോർ ഉപയോഗിച്ചാണ് കടയടയ്ക്കുന്നത്. അതിനാൽ ആരെങ്കിലും കത്തിച്ചതാണോ എന്ന് സംശയമുണ്ട്. ഞാൻ ഇന്നലെ ഒരു 10:30 കട അടച്ചിട്ട് പോയതാണ്. ഷോപ്പ് അടച്ചിട്ട് രാത്രി ഒരു വെളുപ്പിൽ 4:30 ആയപ്പോഴാണ് അപ്പുറത്തെ കടയുടെ ഓണർ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പുള്ളി വിളിച്ചോട്ട് പുക വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ 4:30 ആയപ്പോൾ ഞാനും പപ്പയും ചേട്ടനായിട്ട് ഓടി വന്നപ്പോഴത്തേക്കും മൊത്തം പുകയുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഷട്ടറും തുറന്ന് കയറിയപ്പോഴത്തേക്കും മൊത്തം തീയാണ്. ഒരു താഴെ മൊത്തം തീ കിടന്നപ്പോൾ ഞങ്ങളിവിടെ കൈയ്യഴി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബക്കറ്റിന് വെള്ളം ഒഴിച്ച് അണച്ച് കുറച്ച്. പിന്നീട് ബാക്കി ഒരു മേശ, നമ്മുടെ കൗണ്ടർ മേശ എന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഫയർഫോഴ്സിനും പോലീസിലും അറിയിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്ന് അവർ പിന്നെ പ്രഷർ വെള്ളം അടിച്ചിട്ടില്ല, അടിക്കാതെ തന്നെയാണ് വെച്ച് കുറച്ച് ഐറ്റം ജീവനുണ്ടായിരുന്നു, കുറച്ച് പ്രാവുകൾക്കും മുയലിനൊക്കെ. പിന്നെ അങ്ങനെ അവരൊന്ന് ബാക്കി ഒരു അടച്ച് ക്ലിയറാക്കി പിന്നെ എല്ലാം പുറത്തിറക്കി. അങ്ങനെ കംപ്ലീറ്റ് പോയി. ഒരു 3-4 പ്രാവ് മാത്രമേ ജീവനോടെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ കടയിൽ ഇല്ലാത്തൊരു വസ്തു, ഒരു പൈപ്പ് പോലത്തെ ഒരു പീസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ പോലീസിനെയും ഫോറൻസിനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതെൻ്റെ കടയിലില്ല. അങ്ങനത്തെ ഒരു സാധനം, ഒരു പൈപ്പിൻ്റെ ഒരു പീസ് പോലത്തെയാണ്, ഒരു സ്ലീവ് പോലത്തെ ഒരു സാധനം. അതിൻ്റെ പകുതി കത്തിയിട്ടുണ്ട്. ഇത്രയും ഈ സൈഡ് ഫുള്ള് കത്തി കംപ്ലീറ്റ് ആയി പോയിട്ട് ആ ഒരു സാധനത്തിൽ വന്ന് പകുതി കത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു സംശയം തോന്നിക്കാനുള്ള കാര്യം. മാറനെല്ലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് മാറനെല്ലൂർ പോലീസ്. ടൈം ബി ന്യൂസ്, തിരുവനന്തപുരം.